പലരും പറയും, ഒരിക്കലും അമ്മച്ചി എൻ്റെ മുമ്പിൽ സക്കറിയാസ് കൺവെൻഷനിൽ പങ്കെടുത്ത ഒരു അമ്മച്ചി എൻ്റെ മുമ്പിൽ വന്നു നിന്ന് കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞാണ്, എൻ്റെ മരുമോള് പറയാണ് പ്രായം 75 എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. മരുമോള് പറഞ്ഞത് അമ്മച്ചിയുടെ മുഖത്ത് നോക്കി, പ്രായം 75 ഇങ്ങനെ ഇരിക്കുവാന്ന്, മരിക്കുന്നില്ല എന്നർത്ഥം. മരുമോൾ അങ്ങനെ പറയുമായിരിക്കും, മക്കളങ്ങനെ പറയുമായിരിക്കും, നാട്ടുകാരങ്ങനെ പറയുമായിരിക്കും. പക്ഷെ അപ്പച്ചാ, കർത്താവ് നിന്നെ നോക്കി പറയുന്നു, ഞാൻ നിന്നെ ചുമലിൽ വഹിക്കും. ഹല്ലേലൂയ. കാരണം എന്നാ? എനിക്ക് നിന്നെ വേണം, ആവശ്യമുണ്ട്. നീ ഇവിടെ ജീവിക്കണം. ദൈവത്തിന് നിശ്ചയമുണ്ട്. അല്ലാത്തവർ കുറേ പേര് കൊറോണ വന്നു പോയി, കുറേ പേര് രോഗം വന്നു, അപകടം വന്നൊക്കെ പോയി. നമ്മുടെ പ്രായത്തിലുള്ള എത്രയോ പേര് മരിച്ചുപോയി, അല്ലേ? ഞാനിവിടെ എനിക്ക് 51 വയസ്സാണല്ലോ. ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ പ്രായത്തിലുള്ള എത്രയോ പേരാണ് മരിച്ചു പോയത്. പക്ഷെ ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവിന് എന്നെ കൊണ്ട് ഇനിയും എന്തോ ആവശ്യമുണ്ട്. ഇവിടെ ഈ അപ്പച്ചനെ കൊണ്ട് അമ്മച്ചിയെ കൊണ്ട് ഇനിയും എന്തോ ആവശ്യമുണ്ട്. ആ കുടുംബത്തിൽ അപ്പച്ചൻ്റെ സാന്നിധ്യം വേണം, ഈ ഇടവകയിൽ അമ്മച്ചിയുടെ സാന്നിധ്യം വേണം, ഈ ലോകത്ത് അമ്മച്ചി ഇനിയും വേണം. ദൈവത്തിന് നിശ്ചയമാ. അങ്ങനെയാണ് അന്തസ്സായിട്ട് ജീവിക്കണം. എന്നെ ആർക്കും വേണ്ട, എന്നെ ആരും നോക്കുന്നില്ല, എൻ്റെ കാര്യത്തിൽ ആരും ശ്രദ്ധയില്ല, എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, എന്നെ എല്ലാവർക്കും പുച്ഛമാണ്, ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും ആർക്കും നേരമില്ല. ഇതൊന്നും പറയരുത്, ഇതൊന്നും പറയണ്ട. എനിക്ക് ദൈവത്തിന് എന്നെ വേണം. അതുകൊണ്ട് അന്തസ്സായിട്ട് ഞാനിവിടെ ജീവിക്കും. എൻ്റെ കർത്താവിൻ്റെ തോളിലിരുന്ന് ജീവിക്കും. ഹല്ലേലൂയ. അഭിമാനത്തോട് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മെ വേണം. കാരണം എന്താണെന്നറിയാവോ? 3 കാരണങ്ങളാണ്. അതാണ് ഈ സക്കറിയാസ് കൺവെൻഷനിലൂടെ ദൈവം നിങ്ങളോട് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ പ്രായമായിട്ടും വഹിക്കുന്നതിൻ്റെ കാരണം എന്നാ? 1, നിങ്ങൾക്ക് പ്രായമായിട്ടില്ല. കർത്താവ് പറയും, ചിരിക്കുക അമ്മച്ചി, നിങ്ങൾക്ക് പ്രായമായിട്ടില്ല എന്ന് 91 വയസ്സുള്ള അപ്പച്ച എന്ത് നല്ല ചിരിയാണ്. അപ്പച്ചനോട് കർത്താവ് പറയുകയാണ്, അപ്പച്ചന് പ്രായമായിട്ടില്ല. അമ്മച്ചി പ്രായമായിട്ടില്ലെന്ന് അംഗീകരിക്കാൻ പറ്റുമോ? പ്രായമാകുന്നത് ആർക്കാണ്? വചനം നേരത്തെ സന്തോഷ് ബ്രദർ ആ വചനം പറയുന്നത് കേട്ടായിരുന്നു. സങ്കീർത്തനം 92:14. ഓർത്തിരിക്കുവോ? നല്ല ഓർമ്മയുള്ള പ്രായമല്ലേ അല്ലേ? സങ്കീർത്തനം 92:14 പറയുകയാണ്, വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും, അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും. ദൈവം നമ്മളെക്കുറിച്ച് പറയുന്നതാണ്. വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും, അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും. പുഷ്ടിയുണ്ടോ? ഇപ്പം നോക്കിയേ, പുഷ്ടിയുണ്ടോ നോക്കിയേ, പുഷ്ടിയുണ്ടോ? ഉണങ്ങാൻ തുടങ്ങിയില്ലേ? കണ്ണൊക്കെ കൊഴിഞ്ഞ്, കവിളൊക്കെ ഒട്ടി, തൊലിയൊക്കെ ചുളുങ്ങി, അല്ലേ? ഇങ്ങനെ. അപ്പം നമ്മൾ അയ്യോ പ്രായമായി എന്ന് പറയും. പക്ഷെ കർത്താവ് പറയാണ്, പ്രായമായിട്ടില്ല. കാരണം എന്താണെന്നറിയാവോ? നമ്മൾ ഈ കാണുന്ന ശരീരമല്ല നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ ശരീരമാണ് നമ്മൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ ഒന്ന് തൊട്ട് കാണിച്ചു തരാൻ പറ്റുമോ? എൻ്റെ പേര് ജോയ്സ്. ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് ജീവനോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ തൊടാൻ പറ്റുമോ? എന്നാ ചോദ്യമല്ലേ, ഇവിടെ മുഴുവനെ നിന്നിട്ട് തൊടാൻ പറ്റുമോ? പറ്റുമോ? എന്തോ? അടുത്ത് വന്നൊന്ന് തൊട്ടേ അമ്മച്ചി, വാ അടുത്ത് വന്നാൽ തൊടാന്നാണ് അമ്മച്ചി പറഞ്ഞു. വാ ഏറ്റവും പോലെ ധൈര്യമായിട്ട്, ഞാൻ പാവമാണ്, ഇങ്ങോട്ട് പോരെ. എൻ്റെ ഈശോയെ, നല്ലൊരമ്മച്ചി. ഇതാ അമ്മച്ചി എന്നെ തൊടാൻ പോവാണേ. ഇതെന്താണ്? ഇത് എൻ്റെ കൈ, ജോയ്സിൻ്റെ കൈയാണിത്. ജോയ്സ് എവിടെ അമ്മച്ചി? പനിക്കുന്നുണ്ടോ അമ്മച്ചി? പനിയുണ്ടോ? ഇല്ല. ഓക്കെ, നന്ദി, താങ്ക് യു. അമ്മച്ചിക്ക് ഒരു കൈയടി കൊടുത്ത എല്ലാവരും നല്ലൊരു കൈയടി കൊടുത്ത. പോയിരുന്നു. അമ്മച്ചി എവിടെയാ തൊട്ടേ? എൻ്റെ കൈയാലാണ്, എൻ്റെ കൈ. അമ്മച്ചി വന്ന് എൻ്റെ തല തൊട്ടാ ഞാൻ പറയും, ഇത് എൻ്റെ ജോയ്സിൻ്റെ തല, ജോയ്സിൻ്റെ ഷർട്ട്,
ജോയ്സിന്റെ കാല്, ഇതെല്ലാം ജോയ്സിന്റെയാണ്. ജോയ്സ് എവിടെ? ചിന്തിക്ക്, ബുദ്ധി 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 ചിന്തിക്ക്. ജോയ്സ് എവിടെ? ഇതെൻ്റെത്. ഞാനിപ്പോ പറയും ഇതെന്റെ ലാപ്ടോപ്പാണ്, ഞാൻ ഈ ലാപ്ടോപ്പ് കാണിച്ചിട്ട് ഇതാ ജോയ്സ് എന്ന് പറഞ്ഞാൽ ശരിയാണോ? ഈ ഷർട്ട് നോക്കിയിട്ട് ഇത് ജോയ്സ് ആണോ? അല്ല, ഈ ഷർട്ടിന്റെ ഉള്ളിലാണ്. എവിടെ ഞാൻ? ഈ തല, കണ്ണ്, കാത്, മൂക്ക്, കൈ, കാല്, ഇതെല്ലാം കൂടെ ഞാനിവിടെ നിൽക്കുകയാണ്. നിങ്ങൾ പറയാണ് ഇതേ ജോയ്സ്. അമ്മച്ചി വന്ന് എന്നെ തൊട്ടു, ഇത് ജോയ്സ് ആണ്. ഞാൻ പറഞ്ഞു അല്ലല്ല, ഇതെൻ്റെ കൈയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ കയറിയിരിക്കുമോ, നിങ്ങൾ വന്നിട്ട് വീടിനെ തൊട്ടിട്ട് പറയാണ് ഇത് ജോയ്സ് ആന്ന് പറഞ്ഞാൽ ശരിയാവുമോ? വീടിനുള്ളിൽ ഞാനുണ്ടെന്നുള്ള ശരിയാണ്, പക്ഷെ ആ വീട് ഞാനല്ല. വീടിനുള്ളിൽ ഞാനുണ്ട്, അതെൻ്റെ വീടാണെന്നുള്ളത് ശരിയാണ്, പക്ഷെ വീട് ഞാനല്ല. അങ്ങനെയാണെങ്കിൽ ഈ ശരീരം ഇതെല്ലാം എൻ്റേതാണ്. അങ്ങനെ ഞാൻ ഈ കുട്ടികളോട് ചോദിക്കുമ്പോൾ കുട്ടികൾ വന്ന് എന്നെ കെട്ടിപ്പിടിക്കും, ഇതാണ് ജോയ്സ് എന്നും പറഞ്ഞ്. അപ്പം ഞാൻ പറയും ഇതെൻ്റെ ശരീരമാണ്, എൻ്റെ ശരീരം. അപ്പം ഞാൻ എവിടെയാണ്? ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ. അതാരാ? അതെന്നതാ? ആത്മാവ്. ഹല്ലേലൂയാ. മനസ്സിലായി? അപ്പച്ച ഈ അപ്പച്ചൻ ഇങ്ങനെ ഇത് 91 വയസ്സുള്ള അപ്പച്ച ഈ ശരീരമല്ല അപ്പച്ചൻ. ഈ ശരീരമല്ല നമ്മൾ കണ്ണാടി കാണുന്ന ഈ രൂപമല്ല നമ്മുടെ രൂപം. നമ്മളെന്ന് പറയുന്നത് ആത്മാവാണ്. ഈ ഭൂമിയിൽ ജീവിക്കാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ദൈവം തന്ന ഒരു പേടകം മാത്രമാണ് ഈ ശരീരം. ഈ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആത്മാവാണ് ജോയ്സ്. ആ ജോയ്സ് ആണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ശരീരമല്ല. നാവും ശബ്ദമൊക്കെ ഉപയോഗിക്കുന്നത് ആരാണ്? ഉള്ളിൽ കിടക്കുന്ന ആത്മാവാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിവിടെ കുഴഞ്ഞു വീണു, അറ്റാക്ക് വന്ന് ഞാൻ മരിച്ചു പോയി എന്ന് വിചാരിക്കുക. ഞാൻ മരിച്ചു എന്ന് വിചാരിക്കുക. അതായത് മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എന്നാ പറയും? ജോയ്സ്, ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ജോയ്സ് മരിച്ച് പോയി എന്നല്ലേ പറയാം. അപ്പം നിങ്ങളിപ്പോൾ ഈ അമ്മച്ചു വന്ന് എന്നെ തൊട്ട ഈ ശരീരം ഇവിടെ കിടപ്പില്ലേ? ആ ശരീരത്തെ നോക്കി പിന്നെ നിങ്ങൾ ജോയ്സ് എന്ന് വിളിക്കുവോ? എന്നാ വിളിക്കുന്നേ? ശരീരം എന്നല്ല, പച്ച മലയാളത്തിൽ പറ, ശവം. ജോയ്സ് ഇതിനകത്തുനിന്ന് വേർപെട്ടാൽ, ഇതേപോലെ ഇവിടെ കിടന്നാൽ നിങ്ങൾ ഈ ശരീരത്തെ നോക്കി പറയുന്നതിനാ ശവം. ശവം എപ്പോഴാ അടക്കുന്നതെന്ന് ചോദിക്കും. ഡെഡ് ബോഡി. അപ്പൊ ഈ ശരീരം ഞാൻ അല്ല. ഈ ശരീരത്തിൽ നിന്ന് ഞാനൊരു ദിവസം വേർപെടും. ഹല്ലേലൂയാ പറഞ്ഞേ, ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പച്ചനെ കുറിച്ചാണ് പറയുന്നത്, ശ്രദ്ധിച്ചു നോക്ക്. ഇത് നമ്മളിതാ ഈ ശരീരത്തിൽ നിന്ന് വേർപെടും. ശരീരം മണ്ണോട് മണ്ണാകും. നമ്മൾ ശരീരമല്ല, ഈ ശരീരത്തിനുള്ളിൽ കിടക്കുന്ന ആത്മാവാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ആത്മാവാണ് ജീവൻ നൽകുന്നത്. പറ. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ആത്മാവാണ് ജീവൻ. യോഹന്നാൻ 6-ാം അധ്യായത്തിലാണ് ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും. ഒരിക്കലും അപ്പച്ചൻ എന്നോട് പറഞ്ഞാണ്, ഞാൻ KC വൈമിലൊക്കെ പ്രവർത്തിച്ച് ജീസസ് യൂത്തിലൊക്കെ ആയിരുന്ന സമയത്ത് ഒരു അപ്പച്ചൻ എന്നോട് പറഞ്ഞാണ്, എടാ മരിച്ചു കഴിഞ്ഞൊന്നുമില്ലടാ, മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആവിയായിട്ട് പോകുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആണോ, അത് ശരി. അപ്പോൾ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി, ആലോചിക്കാൻ തുടങ്ങി, ധ്യാനിക്കാൻ തുടങ്ങി, ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പച്ചൻ പറഞ്ഞത് ശരിയല്ല. ഞാൻ ഈ ശരീരത്തിൽ നിന്ന് വേർപെടുന്നൊരു ദിവസമുണ്ട്, ദൈവം എന്നെ വിളിക്കുന്ന ദിവസം. അന്ന് ഞാൻ വേർപെടും ശരീരത്തിൽ നിന്ന്. എങ്ങനെയാ വേർപെടുന്നേ? പ്രായമായിട്ടാ? കർത്താവ് എന്നാ പറഞ്ഞേ? മണവാട്ടിയായിട്ടാണ്. ക്രിസ്തുവാകുന്ന മണവാളൻ കാത്തിരിക്കുന്ന മണവാട്ടിയായിട്ടാണ്. ക്രിസ്തുവിന് എത്രയാ വയസ്സ്? ഈശോയ്ക്ക് എത്രയാ വയസ്സ്? 33. അപ്പം നമുക്ക് എത്രയായിരിക്കും വയസ്സ്? 33. അതിൽ കൂടുതൽ പ്രായമുള്ളവരെ മണവാളൻ മണവാട്ടിയാക്കുമോ? ആക്കത്തില്ല. ഹല്ലേലൂയ. പ്രായമാകുന്നത് ശരീരത്തിനാണ്, ആത്മാവിനല്ല എന്ന സത്യം ഓർക്കുക.
ആത്മാവ് നിത്യ യൗവനത്തിലാണ്, ഒരു പക്വതയിലേക്ക് വരികയാണ്. വളർച്ചയുടെ പക്വതയിലേക്ക് വരുന്ന സുഹൃതങ്ങളിലൂടെയാണ്, ദൈവമായിട്ടുള്ള അടുപ്പത്തിലൂടെയാണ്, വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയാണ്. ഈശോ ദൈവത്തെ ഭക്ഷിച്ച് വളർന്ന് ആത്മാവ് ഒരു പാകതയിലേക്ക് എത്തണം, ഒരു യൗവനത്തിലേക്ക് വരണം. ആത്മാവ് നിത്യ യൗവനമാണ്, ആത്മാവിന് പ്രായമാകുന്നില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനം 92:14 പറയുന്നത്, വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും, അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും. പുഷ്ടിയോടെ അണിഞ്ഞൊരുങ്ങി വേണം മണവാണലരികിലേക്ക് പോകാൻ. ശരീരത്തിലേക്ക് നോക്കുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ട അപ്പച്ച, പ്രിയപ്പെട്ട അമ്മച്ചി, എനിക്ക് പ്രായമായി എന്ന് നമുക്ക് തോന്നുന്നത്. 91 വയസ്സ് ഒരു പ്രായമല്ല. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശരീരത്തിൻ്റെ നമ്മളിപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന നമ്മുടെ വാഹനം കുറേ വർഷമായി എന്ന് വിചാരിക്കുക. വർഷമായി കഴിയുമ്പോൾ വാഹനത്തിന് അതിൻ്റേതായ തകരാറുകളൊക്കെ വരും, തേയ്മാനമൊക്കെ വരും, ചില ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങും, അല്ലേ? പഴയതുപോലെ ഒരു കുതിപ്പൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ചിലപ്പം വഴിക്കാകും, സർവീസിനും പിന്നെ കൊണ്ടുപോയി നന്നാക്കേണ്ട വരും എന്ന് വിചാരിച്ച് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും പറ്റുമോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, ഇതേപോലെയാണ് പ്രായമാകുമ്പോൾ നമ്മുടെ വണ്ടി തുരുമ്പ് പിടിച്ചു, വണ്ടി കേടായി എന്ന് ചോദിച്ചാൽ എനിക്ക് കേടായി എന്നാണോ വിചാരിക്കേണ്ടത്? അല്ല. ഇവിടെ ഇരിക്കുന്ന അപ്പച്ചന്മാരും ഓർക്കണം, എൻ്റെ ശരീരത്തിന് ചില കുറവുകൾ വന്നിട്ടുണ്ട്, ശരീരത്തിന് കഴിവുകേടുകൾ വന്നിട്ടുണ്ട്, അതിന് കുറവുകൾ വന്നിട്ടുണ്ട്, പ്രായമായിട്ടുണ്ട്. പക്ഷെ അമ്മച്ചി പ്രായമായിട്ടില്ല. ഇത് ഞാൻ പറയുന്നതല്ല, കർത്താവ് ദൈവം പറയുന്നതാണ്. പുഷ്ടിയോടെയാണ് നിൽക്കുന്നത്. പുഷ്ടി നഷ്ടപ്പെടും എപ്പോഴാണെന്നറിയാവോ? നമ്മളെപ്പോഴും ഈ ശരീരത്തിലേക്ക് മാത്രം നോക്കി ജീവിച്ചാൽ. കണ്ണാടി നോക്കിയിട്ട് നമ്മൾ പറയാം, കണ്ടില്ലേ പ്രായമായി, കൈ വരയ്ക്കാൻ തുടങ്ങി, അല്ലേ? നടുവേദന, അവിടെ വേദന, ഇവിടെ വേദന, എഴുന്നേറ്റ് വരേക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇതൊരാശയം നിങ്ങളോട് പറയുകയല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ സത്യം ഇതാണ്. നമുക്കാർക്കും പ്രായമാകുന്നില്ല. ആത്മാവിന് പ്രായമാകുന്നത് നമ്മൾ ജഡത്തിലേക്ക് നോക്കി ജീവിക്കുമ്പോഴാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മൾ ഓർക്കണം, ജഡത്തിലേക്ക് നോക്കി ജീവിക്കുമ്പോൾ, ജഡത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ പ്രായമാകുമെന്ന് ഇതാ പ്രഭാഷകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മളോട് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. അഭിലാഷങ്ങൾ കടിപ്പെടരുത്, അത് നിന്നെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കീറും, അത് നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. പ്രഭാഷകൻ 6:3-4. അഭിലാഷങ്ങൾക്ക്, ജഡത്തിൻ്റെ അഭിലാഷങ്ങൾ കടിപ്പെട്ടാൽ അത് നിന്നെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കീറും, അത് നിന്റെ ഇലകൾ ഭക്ഷിക്കും, ഫലങ്ങൾ നശിപ്പിക്കും. ശരീരത്തിൻ്റെ അല്ല, ആത്മാവിൻ്റെ. അപ്പം നമുക്ക് പ്രായമായ പോലെ തോന്നും, ശരീരത്തിനൊപ്പം പ്രായമായതുപോലെ തോന്നും. എന്നാൽ ശരീരം, വണ്ടിയുടെ ഓട്ടത്തിൻ്റെ സ്പീഡ് കുറഞ്ഞു, ഒച്ച കേൾക്കാൻ തുടങ്ങി, തേയ്മാനമൊക്കെ ആയി എന്ന് പറഞ്ഞാലും അതിനകത്തിരിക്കുന്ന എനിക്കൊരു കുറവും ഇല്ല. ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആത്മാവ് നിത്യയൗവനത്തില് അണിഞ്ഞൊരുങ്ങി പുഷ്ടിയോടെ ഇല ചൂടി ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. വലത് കൈയുയർത്തി ശക്തിയോടെ പറഞ്ഞേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ പറഞ്ഞേ, എനിക്ക് പ്രായമായിട്ടില്ല. പറഞ്ഞേ, അടുത്തിരിക്കുന്ന ആളോടൊന്ന് സന്തോഷത്തോടെ പറഞ്ഞ്, എടി നിനക്ക് പ്രായമായിട്ടില്ല, എടാ നിനക്ക് പ്രായമായിട്ടില്ലെന്ന് പറഞ്ഞ് പറ പ്രായമായിട്ടില്ല. ചുമ്മാ വിചാരിക്കേണ്ട, അത് നുണയാണ്. സാത്താൻ്റെ നുണയാണ് പ്രായമായി എന്നുള്ളത്. ശരീരത്തിനാണ് പ്രായം. എൻ്റെ വാഹനത്തിനെ കേടുള്ളൂ, എനിക്ക് കേടില്ല. എൻ്റെ വാഹനത്തിന് തേയ്മാനം വന്നിട്ടുള്ളൂ, എനിക്ക് തേയ്മാനമില്ല. എൻ്റെ ശരീരത്തിനെ പ്രായമായിട്ടുള്ളൂ, എനിക്ക് പ്രായമായിട്ടില്ല. കൺവെൻഷൻ കഴിഞ്ഞ് പോകുമ്പോൾ ചില അമ്മച്ചുമാരും ഒന്ന് പറയൂ, സന്തോഷമായി കേട്ടോ, ഇപ്പം മനസ്സിലായി പ്രായമായിട്ടില്ലല്ലോ. പ്രായമായിട്ടില്ല, സന്തോഷമായിട്ടിരിക്കണം. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പലരും പറയുന്നത്, ഈ പ്രായമായി കഴിയുന്നവരെ കുറിച്ച് പറയുന്നത്, കുഴിയിലേക്ക് കാലും നീട്ടി ഇരിക്കുന്നവരാണോ ഇപ്പം അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നൊക്കെ, അല്ലേ? കേട്ടിട്ടില്ലേ? നമ്മൾ കുഴിയിലേക്ക് കാല് നീട്ടിയായിരിക്കുന്നേ. നമ്മുടെ ശരീരം മാത്രമല്ലേ കുഴിയിലേക്ക് പോവുള്ളൂ. നമ്മൾ പോകുമോ? നമ്മൾ പോകത്തില്ല. നമ്മളെങ്ങ് എവിടേക്കാ കണ്ണുനിട്ടിരിക്കുന്നേ? സ്വർഗനാട്ടിലൻ, അറിയത്തില്ലേ? പ്രിയൻ തീർത്തിടും, അറിയത്തില്ലേ? എനിക്കും അറിയത്തില്ല, പാടാൻ അറിയത്തില്ല. സ്വർഗനാട്ടിലേക്ക്, അല്ലേ?
അങ്ങോട്ട് കണ്ണു നട്ടിരിക്കുന്നവരാണ് നമ്മൾ. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പ്രിയ മാതാപിതാക്കളെ, അതുകൊണ്ട് നമുക്ക് പ്രായമായി എന്ന് നമ്മൾ ചിന്തിച്ചാൽ അത് തെറ്റാണ് എന്ന സത്യം നമ്മൾ മനസ്സിലോർപ്പിക്കുക. രണ്ടാമത്തെ കാര്യം ഈശോ പറയാൻ പറഞ്ഞത്, ഒന്ന് എഴുന്നേറ്റിരിക്കാം. കുറേ നേരം ഇരുന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലേ? അല്ലേ? എഴുന്നേറ്റിരുന്നു. നല്ല യുവതിയെ പോലെ എഴുന്നേറ്റിരിക്കുക, നല്ല ഉഷാറായിട്ട് എഴുന്നേറ്റിരിക്കുക. അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ വേദനയൊക്കെ വരുന്നുണ്ടാകും, എങ്കിലും എഴുന്നേറ്റിരിക്കുക. ഈ സത്യം നിങ്ങൾ ഗ്രഹിക്കണം, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കർത്താവ് നിങ്ങളോട് പറയാനായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെട്ട് അംഗീകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് കണ്ണുകളടച്ച് രണ്ട് കരങ്ങൾ യുവാവിനെ പോലെ, യുവതിയെപ്പോലെ, മണവാട്ടിയെപ്പോലെ ഉയർത്തിക്കുക. മണവാളൻ്റെ അടുത്തേക്ക് നന്നായിട്ട് ഉയർത്തിക്കുക. എൻ്റെ കർത്താവേ, സത്യത്തിൽ ഈ ശരീരത്തിനല്ലേ പ്രായമായുള്ളൂ, എനിക്ക് പ്രായമായില്ലല്ലോ. അതുകൊണ്ട് ശക്തിയോടെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. ഇനിയുള്ള നാള് എത്ര നാൾ ഞാൻ ഈ ഭൂമി ജീവിക്കണമോ അത്രയും കാലം ഉണർവോടെ ഉന്മേഷത്തോടെ ജീവിക്കുവാൻ, ഈ സഹനങ്ങളൊക്കെ ഏറ്റെടുത്ത് ജീവിക്കുവാനുള്ള ശക്തി തരണമേ എന്ന ആഗ്രഹത്തോടെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, യുവാവിൻ്റെ ശബ്ദത്തോടെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യുവതിയെ പോലെ സ്തുതിച്ചേ, മണവാട്ടിയെ പോലെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഇരിക്കാം. ഈ സ്ക്രീനിൽ ഇടണേ, സ്ക്രീൻ ഇത് മാറ്റിക്കേ, എൻ്റെ ഫോട്ടോ മാറ്റിക്കേ, ഈ കമ്പ്യൂട്ടർ ഇട്ടേ, ഇരിക്കുക. ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് പ്രായമായിട്ട്. രണ്ടാമത്തെ കാര്യം കേൾക്കുക പ്രിയപ്പെട്ടവരെ, ഈശോ നിങ്ങളോട് പറയുകയാണ്, വിശ്രമ ജീവിതം ഇല്ല. വിശ്രമ ജീവിതം ഇല്ല. എല്ലാവരും ഈ ഒരു പ്രായത്തിലുള്ളവരെ കുറിച്ച് പറയുന്നത് വിശ്രമജീവിതം നയിക്കുന്നവർ എന്നാണ്. ശരിയോ തെറ്റോ നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങളെല്ലാവരും ഫുൾ ടൈം വിശ്രമിക്കുവാണോ? ഫുൾ ടൈം വിശ്രമിക്കുന്നവർ കൈ ഉയർത്തിക്കേ. ഫുൾ ടൈം കട്ടിലേക്ക് കയറി കിടക്കുകയാണ്, കൈ ഉയർത്തിക്കേ. നോക്കി, ഒരാൾ പോലും ഇല്ല. പിന്നെ നമ്മളെക്കുറിച്ച് ഈ പറയുന്ന അപവാദം ശരിയാണോ? പ്രായമായിട്ടില്ല, നമ്മൾ വിശ്രമിക്കുന്നുമില്ല. പ്രായമായിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ആരും വിശ്രമിക്കുന്നില്ല. വിശ്രമിക്കുന്നുണ്ടോ? കൊച്ചുമക്കളെ നോക്കിക്കൊണ്ട് അല്ലേ? അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ലേ നമ്മൾ ജീവിക്കുന്നേ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ വരാത്ത ചിലർ കട്ടിലിൽ കിടക്കുന്നവരുണ്ട്. സത്യത്തിൽ അവർ വിശ്രമിക്കുവാണോ? കിടന്ന് സഹിക്കുമല്ലേ? കിടക്കുമ്പോൾ നല്ല സുഖമാണോ കിടപ്പ്? വയ്യാതെ കിടക്കുമ്പോൾ തിരിഞ്ഞു പോലും കിടക്കാൻ പറ്റാതെ സഹിക്കുന്നവർ വിശ്രമിക്കുവാണോ? വിശ്രമമില്ലേ അവർക്ക്, ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. പിന്നെ എങ്ങനെ വിശ്രമമാകും? ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അപ്പൊ പിന്നെ ഇവിടെ ഈ ലോകത്ത് വിശ്രമം ഉണ്ടോ? വിശ്രമ ജീവിതം ഇല്ല. പിന്നെ എവിടെയാ വിശ്രമം? ഹെബ്രായർ 4:1. അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളാരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം സംശയിക്കണം. അവിടുന്ന് നൽകുന്നൊരു വിശ്രമമുണ്ട്. എപ്പോഴാ? ഈ ശരീരത്തിൽ നിന്നും വേർപെട്ട് കഴിയുമ്പോൾ ഒരു വിശ്രമത്തിലേക്ക്. പിന്നെ പണിയൊന്നുമില്ല, ഒരു സഹനവുമില്ല, ഒരു കഷ്ടപ്പാടുമില്ല. പിന്നെ നമ്മൾ ഫുൾ റെസ്റ്റാണ്. റെസ്റ്റ് ഇൻ പീസ്. ഹല്ലേലൂയ. ഒന്നിച്ച് പറഞ്ഞാൽ ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ആയുസ്സ് കർത്താവ് നീട്ടി തന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രായ കാലഘട്ടത്തിലും എന്തൊക്കെയോ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. എഫേസോസ് 2:10, നാം ദൈവത്തിൻ്റെ കരവേലയാണ്. ഒന്ന് പറഞ്ഞേ, വചനമാണ്, ഉറക്കെ പറഞ്ഞു. നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതായത് നമ്മളെ ദൈവം സൃഷ്ടിച്ചത് നമ്മളിവിടെ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ജനിക്കുന്നതിന് മുമ്പേ ഒരുക്കിയിട്ടാണ് നമ്മളെ ഇവിടെ സൃഷ്ടിച്ചത്. അത് തീരാത്തോണ്ടാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ഞാനും നിങ്ങളും. അപ്പോൾ നിങ്ങൾ പറയും, അയ്യോ ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാണ്? കണ്ണിൻ്റെ കാഴ്ചയും ഭംഗി, കാലും കയ്യും കുഴഞ്ഞു, ഇനിയിപ്പോൾ എന്നാ ചെയ്യാനോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ. ഏലീസാമയെ സന്ദർശിക്കാൻ പരിശുദ്ധ അമ്മ പോയി. എന്തിനാ പോയേ? സഹായിക്കാൻ പോയതാണ്. എന്തായിരുന്നു സഹായം? ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ?
ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? അവിടെ ചെന്ന് വിറക് പെറുക്കി കൊടുത്തു, വെള്ളം കോരി കൊടുത്തു, തുണി അലക്കി കൊടുത്തു, അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടോ? വായിച്ചു നോക്കണേ. ഇല്ല. അപ്പൊ എന്തു പ്രവൃത്തി ചെയ്തിട്ട് അവിടെ സഹായിക്കാനാണ് പോയത്? ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എലീശാമയെ സന്ദർശിക്കാൻ പരിശുദ്ധ അമ്മ പോയിട്ട് അവിടെ ചെന്ന് അമ്മ എലീശാമയെ അഭിവാദനം ചെയ്തപ്പോൾ ഒരു വലിയ പ്രവൃത്തി അവിടെ നടന്നു. എന്താണത്? അമ്മച്ചിയേ, ഒരു വലിയ പ്രവൃത്തി അവിടെ നടന്നു. എന്താണത്? ഉദരത്തിൽ കിടന്ന കുഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. വെറുതെ വിളിച്ചാടും അല്ല ഇത്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കുതിച്ചു ചാടി. സാന്നിധ്യത്തിലൂടെ ഒരു വലിയ പ്രവൃത്തി അവിടെ നടന്നു. ഈ പരിശുദ്ധ അമ്മയും ഗർഭിണിയല്ലായിരുന്നോ? ഈ ഗർഭിണിയായിട്ട് ഇരിക്കുന്ന ആളാണ് അവിടെ പോയിട്ട് തുണി അലക്കി കൊടുക്കാൻ പോകുന്നത്. നമുക്കറിയാം 3 മാസം വരെ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണ്ടേ? അല്ലേ? ശ്രദ്ധിക്കണ്ടേ? ശുശ്രൂഷ ചെയ്യാൻ പോയി എന്നാ പറയുന്നത്. ശുശ്രൂഷ സത്യത്തിൽ എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? അമ്മയുടെ സാന്നിധ്യത്തിലൂടെ ഉള്ളിൽ ഈശോയെ വഹിച്ചുകൊണ്ട് അമ്മ അവിടെ ചെന്നപ്പോൾ അമ്മയുടെ സാന്നിധ്യത്തിലൂടെ ഈ കുഞ്ഞിന്, അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് വഴിയൊരുക്കാനുള്ളവനെ അഭിഷേകം ചെയ്യുകയാണ് സംഭവിച്ചത്. ആ സാന്നിധ്യത്തിലൂടെ ദൈവിക പ്രവൃത്തി നടന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലൂടെ എലീശാമയിലും എലീശാമയുടെ ഉള്ളിൽ കിടന്ന കുഞ്ഞിലും ദൈവിക പ്രവൃത്തി നടന്നു. പ്രിയപ്പെട്ടവരെ, വാർദ്ധക്യ കാലഘട്ടത്തിൽ എന്നാ പ്രവൃത്തി ചെയ്യാനാണെന്ന് ചിന്തിക്കുന്നവർ മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ കയ്യും കാലും കണ്ണും കാതും മൂക്കും ചെയ്യുന്ന പ്രവൃത്തിയല്ല, മറിച്ച് നമ്മുടെ സാന്നിധ്യത്തിലൂടെ ദൈവത്തിന് ചില കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ചെയ്യാനുണ്ട്, നമ്മുടെ സമൂഹത്തിൽ ചെയ്യാനുണ്ട്. ഈ പ്രായമായിട്ടും ഇപ്പോഴിവിടെ ഈ ദിവസം ഇവിടേക്ക് കടന്നു വന്ന് ഇവിടെ ഇരിക്കുന്ന എൻ്റെ അപ്പച്ചൻ ഇങ്ങനെ പോകുന്നത് കാണുന്ന പലരോടും ദൈവം പലതും സംസാരിക്കുന്നുണ്ട്. അറിയാമോ? പ്രായമായിട്ട് വീട്ടിൽ ഞാൻ ഇരുന്നാൽ പോലെ നോക്കിക്കേ. എന്നിട്ടും കണ്ടോ, വചനം കേൾക്കാൻ വരുവാണ്. അത് കാണുന്നവർ ചില കാര്യങ്ങൾ സംഭവിക്കും. അത് കാണുന്ന അത് പ്രകടമല്ല, ഉള്ളിൽ സംഭവിക്കുന്ന കാര്യമാണ്, ഹൃദയത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. നിങ്ങൾ വീട്ടിൽ ഇത്രയും സഹനം സഹിച്ചും അല്ലെങ്കിൽ മരുമകൾ കുറ്റം പറയുമ്പോഴും മക്കൾ അവഗണിക്കുമ്പോഴും ശാന്തമായിരുന്ന് പ്രാർത്ഥിക്കുകയും പുഞ്ചിരിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യത്തിലൂടെ അവർ ചില പാഠങ്ങൾ പഠിക്കും. സഹനങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് പഠിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. ചിലപ്പോൾ നമ്മൾ പറയും, വീണ് കിടക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി, ഒരനക്കവും ഇല്ലാണ്ട് കിടക്കുക. നമ്മളെന്നാ പറയും? കർത്താവേ വേഗം അങ്ങ് പറയരുത്. കർത്താവിനെ ഉപദേശിക്കാൻ നമ്മളാരാ? ഇങ്ങനെ കിടത്തിയിട്ടുണ്ടെങ്കിൽ ആ കിടപ്പിലൂടെ, അമ്മച്ചിയിലൂടെ ദൈവം പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അമ്മച്ചിയെ ശുശ്രൂഷിക്കുന്നവരും അവരുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. ആ കിടപ്പ് കാണുമ്പോൾ ആരോഗ്യത്തോട് ഓടി നടക്കുന്ന പലരുടെ ഉള്ളിൽ കർത്താവ് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പല അഭിഷേകങ്ങളും നടക്കുന്നുണ്ട്. സ്നാപക യോഹന്നാൻ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലൂടെ അഭിഷേകം ചെയ്യപ്പെട്ടതുപോലെ നമ്മുടെ കുടുംബങ്ങളിലും മക്കളിലും മരുമക്കളിലും കൊച്ചുമക്കളിലേക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ചില ദൗത്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വരും കാലങ്ങളിലെ തലമുറകളിലേക്കുള്ള ചില അഭിഷേകങ്ങൾ നിങ്ങളുടെ സാന്നിധ്യത്തിലൂടെ കുടുംബങ്ങളിൽ പകരപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് കണ്ണാൽ കാണാൻ പറ്റുന്നതല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അഭിമാനത്തോടെ വാർദ്ധക്യത്തിൽ ജീവിക്കണം. അയ്യോ കർത്താവേ ഇനി വിളിക്കാൻ അല്ല കർത്താവേ, നീ ആഗ്രഹിക്കുന്ന, നമ്മൾ പറയും, ഈശോയും ഗത്സമനയിൽ മുട്ടുകുത്തി പറഞ്ഞു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം. പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല, ഈശോ പ്രാർത്ഥിച്ചു, തീർച്ചയായും നമുക്കും പ്രാർത്ഥിക്കാൻ കുഴപ്പമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ ഓക്കെ. ചമ്മട്ടികളാൽ അടിക്കപ്പെടാനും മുൾക്കിരീടം വയ്ക്കാനും മുഖത്ത് തുപ്പാനും തോളിൽ കുരിശു എടുത്തുകൊണ്ട് നടക്കാനും വീഴാനും കൈകളിലും കാലുകളിലും ഇരുമ്പാണികൾ അടിച്ചു കയറ്റാനും കുരിശിൽ നഗ്നനായി തൂക്കപ്പെട്ട് കിടക്കാനും ഐ ആം റെഡി. ഞാൻ തയ്യാറാണ് കർത്താവേ. പിതാവേ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. പ്രിയപ്പെട്ടവരെ, ആ സഹനങ്ങൾക്ക് അർത്ഥമുണ്ടെങ്കിൽ ഈ സഹനങ്ങൾക്കും അർത്ഥമുണ്ട്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, ഏത് പ്രായത്തിലാണ് ജീവിതത്തിൽ സഹനമില്ലാത്തത്? വാർദ്ധക്യത്തിലെ സഹനം മാത്രമാണ് എല്ലാവരും ഭയങ്കര സഹനമായിട്ട് കാണുന്നത്. ഞാൻ ചോദിക്കട്ടെ, മനുഷ്യ ജീവിതത്തിലെ ഏത് പ്രായ കാലഘട്ടത്തിലാണ് സഹനം ഇല്ലാത്തത്? പറ.
സഹനമില്ലാത്തൊരു സമയം പറ. അമ്മച്ചിയേ, സഹിച്ചോണ്ടിരിക്കാന്ന് എനിക്കറിയാം, സഹിച്ചോണ്ടായിരിക്കുന്നേ. പക്ഷെ ഏത് കാലഘട്ടത്തിലാണ് സഹനമില്ലാത്തത് പറ? അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന് സഹനമുണ്ടോ? ഇല്ലേ? ഇല്ലേ? അമ്മ കരഞ്ഞ കൊച്ചും അമ്മ പേടിച്ച കൊച്ചും അമ്മയുടെ സഹനം മുഴുവനും കൊച്ചു ഉള്ളിൽ കിടന്ന് അനുഭവിക്കുന്നുണ്ട്. സഹനമില്ലാത്ത കാലഘട്ടമല്ല. അമ്മ പേടിച്ച കൊച്ചും ഉള്ളിൽ കിടന്ന് പേടിക്കും. അമ്മ കരഞ്ഞ കൊച്ചിനും സഹനമുണ്ട്. പിന്നെ ജനിച്ച കൊച്ച് ചിരിച്ചോണ്ടാണോ ജനിച്ചേ? കരഞ്ഞോണ്ട്, വിട്ട് കരഞ്ഞോണ്ട്. നല്ല എയർ കണ്ടീഷൻ മുറിയിലായിരുന്നു. ചൂടുമില്ല, തണുപ്പില്ല, കൊതുവില്ല, ഒന്നുമില്ല. ആരും ഇതുവരെ തൊട്ടിട്ടുമില്ല. നല്ല പട്ടുമത്തയ്ക്കുള്ളിൽ സുഖമായിട്ട് കിടക്കുവാണ്. അതിനിടയ്ക്കാണ് എന്ത് സംഭവിക്കുന്നത്? പുറത്തേക്ക് വരുന്നത്. ആ ഞെരുങ്ങി അല്ലെ പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വരുമ്പോൾ കൊച്ചു വിട്ട് സഹനമാണ്. അമ്മയ്ക്കും സഹനം, കൊച്ചിനും സഹനമാണ്. എന്നിട്ടിനി ആ കൊച്ചു ഉണ്ടായ പാടെ ഈ കൊച്ചിനെ പിടിക്കുമ്പോഴാ, മറ്റുള്ളവർ തൊടുമ്പോഴാ ഭയങ്കര സഹനമാണ്. ഇതുവരെ ആരും തൊട്ടിട്ടില്ല. നമ്മുടെ ഈ കൈ കൊണ്ട് തൊടുമ്പം, തുണികളൊക്കെ തൊടുമ്പോൾ എല്ലാം കൊച്ചിന് സഹനമാണ്. കൊച്ചുനാളിൽ സഹനമാണ്, നല്ല സഹനമാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലാത്ത സഹനമാണ്. പിന്നെ കിടന്ന കിടപ്പ് കിടക്കുകയാണ്, ഒന്നും പറയാൻ കഴിവില്ല അല്ലേ? അമ്മ മനസ്സിലാക്കിയിട്ട് വേണം ഓരോന്നും ചെയ്തു കൊടുക്കാൻ. കൊതുക് കടിച്ചാൽ കൊച്ചിന് പറയാൻ പറ്റും, അയ്യോ വലിയ കൊതുക് എന്നെ കടിച്ചു കൊല്ലുന്നേ അമ്മ അവിടെ വാ, പറയാൻ പറ്റത്തില്ല. അത് സഹിച്ചുകൊണ്ട് കിടക്കും. അമ്മ കാണുമ്പോഴാണ് അറിയുന്നത്. രോഗം വരൂലേ? പിന്നെ നടക്കുന്ന പ്രായം അല്ലേ? നമ്മൾ താരാട്ട് പാടി താലോലിച്ച് എടുത്തുകൊണ്ട് നടക്കുന്ന പ്രായം എന്നൊക്കെ പറയും. പക്ഷെ നടക്കാൻ പഠിക്കുന്ന പ്രായത്തിൽ എത്രയോ തവണ തട്ടി മറിഞ്ഞു വീണ് പരിക്കേറ്റ് മൂക്കളയും കണ്ണുനീരും എല്ലാം ഒലിപ്പിച്ച് കരഞ്ഞുകൊണ്ട് നമ്മൾ ജീവിച്ചിട്ടുണ്ട്. സഹനമില്ലായിരുന്നോ? പിന്നെ അത് കഴിഞ്ഞ് 2 കാലം നടക്കാനൊക്കെ പ്രായമായി, സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി. സഹനമില്ലേ? ഈ പുസ്തകം ചുമന്നുകൊണ്ട് നടക്കണം, പഠിക്കണം, ടീച്ചറെ പേടിക്കണം, സാറിനെ പേടിക്കണം. സഹനമില്ലേ? പിന്നെ യുവാവായി ഇനി സഹനമില്ലേ? ഉത്തരവാദിത്വങ്ങളിലേക്ക് വരുമല്ലേ? എന്തെല്ലാം ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് ജോലികൾ ചെയ്യണം, സഹനമല്ലേ? മധ്യവയസ്കനായിരിക്കുമ്പോൾ സഹനമല്ലേ? പിന്നെ എപ്പോഴാണ് സഹനമില്ലാത്ത? എല്ലാ കാലഘട്ടത്തിലും സഹനമുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷെ വാർദ്ധക്യത്തിൻ്റെ സഹനം മാത്രം ഉൾക്കൊള്ളാൻ പറ്റാത്തതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? മറ്റ് സഹനങ്ങൾക്കെല്ലാം സ്വപ്നങ്ങളുണ്ട്. വാർദ്ധക്യത്തിലെ സഹനത്തിന് സ്വപ്നങ്ങളില്ലാതാകുമ്പോഴാണ് സഹനം സഹിക്കാൻ പറ്റാത്തത്. കാരണം എന്നാ? കൊച്ചിങ്ങനെയൊക്കെ കരഞ്ഞാലും തട്ടി വീണാലും അവൻ നടക്കാൻ പഠിക്കുവാണല്ലോ. അപ്പം നമ്മൾ സഹനത്തെ വലിയ കാര്യമാക്കത്തില്ല. അങ്ങനെയൊക്കെയല്ലേ പിന്നെ നടക്കാൻ പഠിക്കുന്നത് അല്ലേ? പിന്നെ പഠിക്കാൻ പോകുന്ന കൊച്ചുങ്ങളുടെ സഹനമൊന്നും നമുക്കൊരു പ്രശ്നമില്ല. കാരണം എന്നാ? ഇങ്ങനെ കഷ്ടപ്പെട്ടാലല്ലേ എവിടെയെങ്കിലും എത്തിച്ചേരാൻ പറ്റുള്ളൂ. പിന്നെ പറമ്പിൽ അധ്വാനിക്കുമ്പം കാല് മുറിഞ്ഞാലും, അടുപ്പിലൂതുമ്പം പുക മൂക്കിലും കണ്ണിലും കയറിപ്പോയാലും ആ സഹനത്തെ നമ്മൾ കണക്കിലെടുക്കുന്നില്ല. കാരണം ഇതിലൂടെയല്ലേ നല്ല ഭക്ഷണം ഉണ്ടാകുള്ളൂ, വിളവുണ്ടാകുള്ളൂ. സ്വപ്നമുണ്ട്. അതുകൊണ്ട് ആ സഹനങ്ങളെല്ലാം നിസ്സാരമായിട്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ച് ഈ വാർദ്ധക്യത്തിലെത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ അനുഭവപ്പെടുന്ന ഈ മുട്ടുവേദനയ്ക്ക്, ഈ നടുവേദനയ്ക്ക്, ഈ സഹനങ്ങൾക്ക്, രോഗങ്ങൾക്ക്, പീഡകൾക്ക് അർത്ഥമില്ലാതെ മാറുന്നതിൻ്റെ കാരണം നമുക്ക് ആ സഹനത്തെക്കുറിച്ച് സ്വപ്നമില്ലാത്തത് കൊണ്ടാണ്. ഓർക്കണം, ആരോഗ്യമുണ്ടായിരുന്ന കാലത്ത് നമ്മൾ സഹനങ്ങൾ ഏറ്റെടുത്തതൊക്കെ അനുഗ്രഹമായി മാറിയെങ്കിൽ, ആരോഗ്യമില്ലാത്ത കാലത്ത് വാർദ്ധക്യത്തിൽ ദൈവം അനുവദിക്കുന്ന മുഴുവൻ സഹനത്തിനും അർത്ഥമുണ്ട്, മൂല്യമുണ്ട്, വിലയുണ്ട്, പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. കുരിശിലേക്ക് നോക്കിയിട്ട് എല്ലാവരും പറഞ്ഞു, ഇവന് എല്ലാവരെയും രക്ഷിച്ചുകൊണ്ട് നടന്നു. ഇപ്പം നോക്കിക്കേ, തുണി പോലും ഇല്ലാണ്ട് 3 ആണിയേൽ കുരിശെ തൂങ്ങിക്കിടക്കുക. നിനക്ക് പറ്റുമെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്ക്, ഞങ്ങളെയും രക്ഷിക്കും പറഞ്ഞില്ലേ? മനസ്സിലായോ അവർക്ക് ആ സഹനം? യേശുക്രിസ്തു കുരിശിൽ തൂങ്ങിക്കിടന്നപ്പോൾ ആ സഹനത്തെ കണ്ടവർക്ക് മനസ്സിലായോ? പക്ഷേ ദൈവത്തിന് മനസ്സിലായി. യേശുവും അവിടെ കിടന്നപ്പം, പിതാവേ ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ്, പിതാവേ അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആ സഹനം മുഴുവനും ഏറ്റെടുത്ത് പിതാവിനെ സമർപ്പിച്ചു. കാരണം യേശുവിനെ അറിയാമായിരുന്നു, പിതാവ് എല്ലാം നന്മയ്ക്ക് തരുള്ളൂ, അനുഗ്രഹമായി മാറുമെന്ന്. ആ സഹനം മുഴുവനും മാനവകുലത്തിനു മുഴുവനും സൗഖ്യത്തിനും വിടുതലിനും രക്ഷയ്ക്കും കാരണമായതുപോലെ എൻ്റെ പ്രിയ മാതാപിതാക്കളെ, നിങ്ങളെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹനങ്ങളും അതെങ്ങനെയുള്ളതായിക്കോട്ടെ, ശരീരത്തിലെ സഹനമാകാം, മനസ്സിലെ സഹനമാകാം, മറ്റുള്ളവരിൽ നിന്നുള്ള തെറ്റിദ്ധാരണകളാകാം, അവഗണനകളാകാം, ഒറ്റപ്പെടലുകളാകാം, ഈ കാലഘട്ടം നിങ്ങളോട് ആവശ്യപ്പെടുന്നതാണ് ഈ സഹനം. ഈ കാലഘട്ടത്തിൽ അന്ന് കുഞ്ഞില് ദൈവം ആവശ്യപ്പെട്ട സഹനമൊക്കെ നമ്മൾ സഹിച്ചു അല്ലേ? ഒരു ഭാര്യയായി, ഭർത്താവായി അല്ലേ?
മരുമകനായി മരുമകളായി, അല്ലെങ്കിൽ മകനായി മകളായി ഒക്കെ ഓരോ സ്ഥാനമാനങ്ങളിലിരുന്ന് അത് ആവശ്യപ്പെടുന്ന സഹനങ്ങളൊക്കെ അന്തസ്സായിട്ട് ആത്മാഭിമാനത്തോടെ ധീരതയോടെ ഏറ്റെടുത്തവരാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ദൈവമായ കർത്താവ് ഈ പ്രായ കാലഘട്ടത്തിൽ ഇനി എത്ര കാലം ജീവിച്ചിരിക്കേണ്ടി വരും, അത്രയും കാലം ദൈവം ആവശ്യപ്പെടുന്ന സഹനങ്ങളെ തൻ്റെ ഇടത്തോടെ നേരിടാനുള്ള ഒരു അഭിഷേകം കർത്താവ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ജോവേൽ 2:28, ജോവേൽ 2:28, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ഹല്ലേലൂയ. ചെറുപ്പത്തിൽ സ്വപ്നം ഉണ്ടായിരുന്നു, യൗവനത്തിൽ സ്വപ്നം ഉണ്ടായിരുന്നു, നമ്മുടെ മധ്യവയസ്കനായിരുന്ന സ്വപ്നം ഉണ്ടായിരുന്നു, വാർദ്ധക്യത്തിൽ സ്വപ്നമില്ലാതെ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ജോവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ ദൈവം വീട്ടിയിരിക്കുന്ന ഓരോ അപ്പച്ചനോടും അമ്മച്ചിയോടും പറയുകയാണ്, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എങ്ങനെയാ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ സഹനങ്ങളെ കാണേണ്ടതുപോലെ കാണാനുള്ള കൃപ നിങ്ങൾക്ക് കിട്ടും. അൽഫോൻസാമ ഇവിടെ അടുത്തായിരുന്നല്ലോ. അൽഫോൻസാമ രോഗക്കിടക്കെ കിടക്കുക, യുവതിയായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കിടക്കയിൽ കിടന്ന് നരകിക്കുന്ന, നമ്മുടെ ഭാഷയിൽ നരകിക്കുന്ന ആ അൽഫോൻസാമയുടെ അരികിൽ വന്ന് ഒരച്ഛൻ ചോദിച്ചു, അൽഫോൻസ എന്നെ എടുക്കുക അൽഫോൻസ എന്ന് ചോദിച്ചപ്പോൾ അൽഫോൻസാമ പറഞ്ഞു, ഞാൻ സ്നേഹിക്കുകയാണ്. സഹിക്കുവാന്നല്ല പറഞ്ഞു. എൻ്റെ അച്ഛാ, ആരും എന്നെ നോക്കാനില്ല, ഇവിടെ കിടന്ന് ഞാൻ മട്ടുവേദന നടുവേദന എല്ലാം എന്തൊക്കെയാണോ ഭാരവിഷയങ്ങൾ എന്തെല്ലാം രോഗങ്ങളാണോ എല്ലാം ഞാൻ അതല്ലൊന്നുമല്ല, സഹിക്കുവാന്നല്ല പറഞ്ഞേ, സ്നേഹിക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ അനുവാദമില്ലാതെ നമ്മളോട് ചോദിക്കാതെ നമ്മളെ ദൈവം സൃഷ്ടിച്ചു. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും ദൈവത്തോട് ആവശ്യപ്പെട്ടിട്ട് ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? വേറെ എന്തെല്ലാം കാര്യത്തിനു വേണ്ടി ആവശ്യപ്പെട്ട് നേടിയിട്ടുണ്ട്. ഈ ജീവിതം എൻ്റെ ദൈവത്തോട് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയതാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അല്ല, പറയാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, എന്നോടുള്ള സ്നേഹത്താൽ ദൈവം എന്നെ സൃഷ്ടിച്ചു. എന്നോടുള്ള സ്നേഹത്താൽ ദൈവം എന്നെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് എന്നെ അയച്ചു. ആ സ്നേഹത്തിന് പ്രതിനന്ദിയാകണം ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന സഹനങ്ങളെ സ്വീകരിക്കുന്നത്. ആ ദൈവത്തോടുള്ള ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ പ്രതിനന്ദിയാകണം നമ്മുടെ സഹനം. അതാണ് അൽഫോൻസാമ പറഞ്ഞു, ഞാൻ സ്നേഹിക്കുകയാണ്. ഐ ലവ് യു ജീസസ്. ജീസസ് ലവ്സ് യു. ജീസസ് ലവ്സ് മീ. അതുകൊണ്ട് ഞാനും ഈശോയെ ഐ ലവ് ജീസസ്. ഹല്ലേലൂയ.